പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ മതച്ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ ജുഡീഷ്യറിയിൽ നിന്നു തന്നെ ഒരു ധീരശബ്ദം എതിർത്ത ദിവസമാണ്. ഇന്നു തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന പ്രതിപക്ഷം എതിർത്തു പറയുന്നു. യാന്ത്രിക തെരഞ്ഞെടുപ്പല്ല വേണ്ടതെന്ന പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നു. പക്ഷേ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയുടെ സവിശേഷതയായി നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നതിനെയാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അങ്ങനെയാണ്. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരിഗണിക്കാതെയുള്ള സർക്കാർ നീക്കം സർവാധികാരത്തിനോ എന്നതാണ് ചോദ്യം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM-ൽ നിന്നും M പ്രകാശൻ, BJP-യിൽ നിന്നും ഷാജി രാഘവൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഷാജി രാഘവൻ, ഈ തീരുമാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJP 2014 അധികാരത്തിൽ വന്നത് മുതൽ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുമുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടോ താങ്കൾ ഞാൻ ചോദിക്കുന്നത്? ശ്രീ ഷാജി രാഘവൻ കേൾക്കാം. ശരി. അപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യവുമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് എടുക്കേണ്ട, അതായത് നിങ്ങൾ മാത്രം ആലോചിച്ച് തീരുമാനിച്ച് നടപ്പാക്കേണ്ട, അതായത് ഭരണപക്ഷത്തുള്ളവർ മാത്രം, അതിൽ ഭരണപക്ഷത്തെ പാർട്ടികളിൽ മാത്രം ഐക്യമുണ്ടാകേണ്ട ഒരു തീരുമാനമാണോ? പ്രതിപക്ഷത്തെ മിക്ക പാർട്ടികളും എതിർക്കുകയാണ്. കുറെ പേരെങ്കിലും തീരുമാനം അറിയിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോ ഈ വിഷയം നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. 1983 അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സാധ്യതകൾ ആരായണം എന്നുള്ള നിലയ്ക്ക് 1983 തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ലോ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് 1999 ഈ തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ അതായത് ഒരുമിച്ച് നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ ഉണ്ടാവണം, അത് രാജ്യത്തിന് ഗുണപരമാകും, എല്ലാ അർത്ഥത്തിലും ഗുണപരമാകും എന്നുള്ള നിലയ്ക്ക് ലോ കമ്മീഷൻ 1999 അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഒരു പാർലമെന്ററി കമ്മിറ്റി തന്നെ 2015 ഈ തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2023 സെപ്റ്റംബറിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തില്, കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ളത് കമ്മിറ്റഡ് ആണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി രാജ്യത്ത് ഒരേ സമയത്ത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുക, അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം അതിനെപ്പറ്റി കൃത്യമായ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് 2023 ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള രാംനാഥ് കോവിന്ദാണ്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മുൻ രാജ്യസഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഗുലാം നബി ആസാദ് ഉണ്ട്, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമവിദഗ്ധന്മാരുണ്ട്. ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാവുന്നു. ഈ ഒരു വർഷം കൊണ്ട് അവരാ റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള അതിന്റെ പ്രിമാഫേസിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകും. കാരണം വളരെ കൃത്യമായിട്ട് അവർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഏതാണ്ട് 18,626 പേജുണ്ട് ഈ റിപ്പോർട്ട്. അതില് ധാരാളം ഗവേഷണങ്ങള്, നിരീക്ഷണങ്ങള്, ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തെ 47 പൊളിറ്റിക്കൽ പാർട്ടികളുമായി അവർ ഇന്ററാക്ട് ചെയ്തിരുന്നു. അതിൽ 32 പൊളിറ്റിക്കൽ പാർട്ടി ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരേ സമയം, എല്ലാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പാർലമെന്റ്, അസംബ്ലി, പിന്നെ പഞ്ചായത്ത് തല അല്ലെങ്കിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ, ഇത് ഒരുമിച്ച് നടത്തേണ്ട ആവശ്യകതകളെ പറ്റി അതിശക്തമായി ആവശ്യപ്പെട്ടവരാണ് 47 പാർട്ടികൾ രാജ്യത്ത് ആ തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജന അഭിപ്രായങ്ങൾ തേടിയിരുന്നു. സംസ്ഥാനത്തെയും അതേപോലെ തന്നെ നാഷണൽ പത്രങ്ങളിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് വേണ്ടി അതിൽ റെസ്പോൺസ് ചെയ്ത് തന്നെ ഏതാണ്ട് 4 ലക്ഷത്തോളം ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്.
അതിൽ 80% ആൾക്കാരും ആ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുക അല്ലെങ്കിൽ അവരെ മന്ത്രിസഭയിലെ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന ഈ നടപടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് യോജിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഏതാണ്ട് 80%. അതിന്റെ ഞാൻ പറഞ്ഞത് 4,00,000 ആൾക്കാരാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് 4 മുൻ ചീഫ് ജസ്റ്റിസുമാർ സുപ്രീം കോടതിയിലെയാണ്. നമുക്കറിയാം അവർ സ്വാഭാവികമായ ലോ എക്സ്പേർട്സ് ആണ്. അതേപോലെ തന്നെ 4 നമ്മുടെ 12 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ 12 ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമാര്, അതേപോലെ തന്നെ 4 മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാര്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അത് രാജ്യത്ത് പല വട്ടം നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് 951 തൊട്ട് 67 വരെ നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ തുടക്കത്തിലെ ഏതാണ്ട് 951 മുതൽ 67 വരെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും ഏതാണ്ട് ഒരേപോലെയാണ് നടന്നത്. പിന്നീട് അതിലൊരു മാറ്റം ഉണ്ടാവാൻ കാരണം നമുക്കറിയാം. കേരളത്തിൽ തന്നെ 56-ലെ EMSന്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് നെഹ്റു ആ കാലത്തെ കോൺഗ്രസ് മന്ത്രിസഭ പിരിച്ചുവിടുമ്പോഴാണ് ഈ താളം തെറ്റി തുടങ്ങുന്നത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും പല ഘട്ടങ്ങളിലും പല കാരണങ്ങളാലും മന്ത്രിസഭ താഴെ പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, അതുമൂലം ഇന്ന് രാജ്യം ഫേസ് ചെയ്യുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പെങ്കിലും ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെലവ് ചുരുക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അല്ല നമുക്ക് വിശദമായി വരാം, ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി എടുത്ത ശേഷം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇതാണ് BJP ഇത് പറയുന്നു, BJPയുടെ മാത്രം ആവശ്യം, BJPയുടെ അജണ്ട എന്ന കാര്യം പറയുന്നു കോൺഗ്രസ്. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നുള്ള പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരുന്നു. ഇത് സർവാധികാരത്തിനുള്ള ശ്രമമാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വാർത്താക്കുറിപ്പ് വരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 99-ൽ നിയമ കമ്മീഷൻ സമർപ്പിച്ച 170-ാം റിപ്പോർട്ടിലും ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരു ശുപാർശയുണ്ട്. 2015-ൽ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, 2017-ൽ നീതി ആയോഗ്, 2018-ൽ നിയമ കമ്മീഷൻ, ഇവരെല്ലാം തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അതിന്മേൽ പിന്നീട് ചർച്ചകളും അതിന്മേൽ കാര്യങ്ങളും അത്ര വേഗത്തിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. 57-ലും 62-ലും 67-ലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാരുകൾ കാലാവധി പൂർത്തിയാകും മുമ്പ് ഒഴിയുന്ന സാഹചര്യം വന്നപ്പോഴാണ്, പുതിയ സംസ്ഥാന രൂപീകരണം വന്ന ഘട്ടത്തിലൊക്കെയാണ് അത് മറിഞ്ഞത്. അപ്പോൾ ഇതൊരു പുതിയ ആശയമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ അജണ്ട ഗൂഢ ഉദ്ദേശത്തോടു കൂടി ആണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായത് നിൽക്കുമോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇമ്പമുള്ള ഒരു സ്ലോഗനാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ വ്യവസ്ഥകൾ രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി നിയമമാക്കുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തന്നെ ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്ത് എന്നുള്ള നിലയിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ മുൻ രാഷ്ട്രപതി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, എൻ്റെ അഭിപ്രായം അതൊരു പാവ കമ്മിറ്റിയാണ്. കാരണം അമിത്ഷാ, ഇവർക്ക് അനുകൂലമായി നിലപാടെടുത്ത ഗുലാം നബി ആസാദ്, അതുപോലെയുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കേവലം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഖരീഷ് സാൽവയെ പോലുള്ള ആളുകളുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. 10ഓളം ആളുകൾ ആ കമ്മിറ്റിയിലുള്ളത്. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇവർ പറയുന്ന 20,000-ഓളം ആളുകളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചു. 20,000-ഓളം ആളുകളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ചു എന്ന് പറയാൻ ഞാൻ ചോദിക്കില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ഔദ്യോഗിക ഭാഷകളുണ്ടെന്നറിയാം? സ്മൃതി, 22 ഔദ്യോഗിക ഭാഷകൾ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ട 22 ഭാഷകളുള്ള രാജ്യമാണ് നമ്മുടേത്. ആ അടിസ്ഥാനത്തിൽ ഈ 22 ഭാഷകളിൽ ഇവർ നോട്ടിഫിക്കേഷൻ നടത്തിയ അഭിപ്രായങ്ങൾ ആരാഞ്ഞോ? ആകെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് അഭിപ്രായങ്ങൾ ആരാഞ്ഞത്. ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ ഇവരുടെ അജണ്ടയ്ക്കനുസരിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഈ പാവ കമ്മിറ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പോയി എന്നുള്ളതല്ലാതെ എന്താണ് ഇവർ ഇതിന്റെ അകത്ത് മെറിറ്റായി പറയുന്നത്? ഇവിടെ ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 52 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ള നിലയിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ മാറിയ കാലാവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് നിരവധി ഘട്ടങ്ങളിൽ 70-ൽ പാർലമെന്റ് അടക്കം പിരിച്ചുവിട്ട ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടക്കുന്നതിനോ പഠനങ്ങൾ നടക്കുന്നതിനോ ഒന്നും കോൺഗ്രസ് എതിരല്ല.
അത്തരം കാര്യങ്ങൾക്കെതിരല്ല. കേൾക്കാൻ ഇമ്പമുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP ഗവൺമെന്റ് കഴിഞ്ഞ പാർലമെന്റ് കാലയളവിലാണല്ലോ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയത്. ഈ 100 ദിവസം പൂർത്തിയാകുന്ന ദിവസം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഇവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർ സ്വീകരിക്കാത്തത്? ഇവരെന്ന് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. പാസ്സാക്കിയ ബില്ലിന്മേൽ നടപടി എന്ന് സ്വീകരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് പ്രൈം ഇമ്പോർട്ടന്റ് ഇവർ കൊടുക്കാത്തത്? ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ ചർച്ചയ്ക്ക് അവർ വശംവദരാകാത്തത്? അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ ഇടയിലും മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാവാതിരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ബഹുമുഖ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരാറുണ്ട്. നേരത്തെ രാമക്ഷേത്രം പറയാമായിരുന്നു, ഇപ്പൊ അത് പറയാനിട്ട് കാര്യമില്ല. ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ 10 വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ അതുകൂടെ പോകുന്ന സ്ഥിതിയിലാണ്. അപ്പൊ ആ നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വനിതാ സംവരണ ബില്ല് വെച്ചൊരു ആയുധമാക്കി പ്രചരണം നടത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ഇനി ഒരു 3-4 വർഷം ഇതിന്റെ പുറത്ത് ഒരു ചർച്ച നടക്കണം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 18ഓളം ഭേദഗതികൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 18ഓളം ഭേദഗതികൾ ഏറ്റവും നിർബന്ധമാണ്. ആ ഭേദഗതികൾ വെറുതെ അങ്ങ് പാസ്സാക്കാൻ കഴിയില്ല. 362 പേരുടെ പിൻബലം വേണം. ലോക്സഭയിൽ 362 പേരുടെ പിൻബലമുണ്ടോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്? ഉണ്ടോ? രാജ്യസഭയിൽ 167 പേരുടെ പിൻബലം വേണം ഇത് നിയമമായി മാറണമെങ്കിൽ. ഉണ്ടോ ഇവർക്ക് പിൻബലം? 3-2 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഇന്ത്യൻ ഭരണഘടന അതിന്റെ അകത്ത് 18ഓളം ഐറ്റം, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 83, അതുപോലെ തന്നെ നമ്മുടെ നിയമസഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ കാലാവധി നിശ്ചയിക്കുന്ന 172 ആർട്ടിക്കിൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് 324, അതുപോലെ ഇലക്ടറൽ റോളും വോട്ടർ ഐഡിയും പ്രതിപാദിക്കുന്ന 325 അടക്കം ഒരുപാട് ഭേദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനിവാര്യമാണ്. അപ്പം 3-2 ഭൂരിപക്ഷം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ കഴിയേണ്ടുന്ന ഒരു കാര്യത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെന്റ് ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഈ ചർച്ചയും സംവാദവും കേവലം മറ്റ് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും ജനങ്ങളുടെ മൈൻഡിനെ മറ്റൊരു ദിശയിലേക്ക് വഴിമാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ശരി, അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. എല്ലാവർക്കും ഒരേ വരുമാനം. ഒരു മിനിറ്റ്, അഡ്വക്കേറ്റ് അൽബോസ്, പിന്തുണച്ചവർ, എതിർത്തവർ, അഭിപ്രായം പറയാത്തവർ എന്നിങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ നിലപാട് പറയാത്തതിൽ മുസ്ലിം ലീഗിന്റെ പേരും കാണുന്നു. അത്ഭുതം തോന്നി. അതെന്താണ് അങ്ങനെ? അല്ല, അത് മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട കാര്യമാണ്. മുസ്ലിം ലീഗ് എന്താ അഭിപ്രായം പറയാത്തതെന്ന് ഞാനാണോ ഈ ചർച്ചയിൽ വന്നത്? മുന്നണിയിൽ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. പൊതുവിഷയം എന്നുള്ള നിലയിൽ മുന്നണിയിൽ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ അഡ്വക്കേറ്റ് അൽബോസ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം വന്നിട്ടില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നതിലും വേണ്ടതാണ്. അല്ല, അങ്ങനല്ല നമ്മൾ അതിനെ കാണേണ്ടത്. നിലവിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായി ഞങ്ങൾ പ്രത്യക്ഷമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം എന്താ? ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അല്ലേ? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 1 പറയുന്നത് തന്നെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രഥമ ദൃഷ്ടി അതിന്റെ വയലേഷൻ അടക്കം വരുന്നൊരു വിഷയത്തിൽ ഞങ്ങൾ നിലപാടെടുത്തു. ഞങ്ങൾ മാത്രമല്ല, പല പാർട്ടികളും നിലപാടെടുത്തു. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ദിവസം തന്നെ മറ്റെല്ലാ പാർട്ടികളും നിലപാടെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ശരി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിയിൽ കയറിയിരുന്നത് ഞങ്ങൾ നാളെ രാവിലെ AICC വർക്കിംഗ് കമ്മിറ്റി കൂടി തീരുമാനം പ്രഖ്യാപിച്ചു. മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞു, ശീതകാല സമ്മേളനത്തിൽ വെക്കുകയാണ്. അത് വേഗത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം പ്രകാശൻ, അതുകൊണ്ടാണ് ഒറ്റ സെക്കൻഡ് പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ശൈത്യകാല സമ്മേളനത്തിൽ ഈ പറയുന്ന കേന്ദ്രമന്ത്രിസഭാ തീരുമാനം അവർ പ്രസന്റ് ചെയ്താലും അവിടെ പാസ്സാകണമെങ്കിൽ അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ശരി, അതിന് ഷാജി രാഘവൻ മറുപടി പറയട്ടെ. ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് കാരണമായി BJP പറയുന്ന കാര്യങ്ങൾ: ചെലവ് ചുരുക്കാം, അത് പ്രധാന കാര്യമാണ്. പൊതുപണം ലാഭിക്കാം, ഭരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും, വികസന പ്രവർത്തനത്തിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാൻ പറ്റും, ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ജോലി ചുമതലകൾ മാത്രമായിട്ട് നിൽക്കാതെ ഭരണ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ പറ്റും. അതിനെയൊക്കെയാണല്ലോ ഇപ്പോൾ ബാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രശ്നം മാറുന്നു. ഈ സുരക്ഷാ സേനയുടെ അമിത ജോലി ലാഭിക്കാം. അങ്ങനെ സർക്കാരിൻ്റെ നയം നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. മാത്രമല്ല, വോട്ടിംഗ് ശതമാനം കൂട്ടാം, ഒറ്റത്തവണയാകുമ്പോൾ അത് വോട്ടർമാർക്കും ഗുണകരമാകും. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇതിന് പറയുന്ന
നേട്ടമായി പറയുന്ന കാരണങ്ങൾ. പക്ഷേ നിങ്ങൾ സർവാധികാരത്തിലേക്ക് പോകാനുള്ള ഒരു നിലപാടായി മാത്രം ഇതിനെ കാണുന്നു. പക്ഷേ ഇത് BJP കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ വന്ന നിർദ്ദേശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മുൻപും പലതവണ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. പറയാം ശ്രീ എം പ്രകാശൻ. ആകർഷകമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ രാഷ്ട്രീയം സംബന്ധിച്ചുമുള്ള ഏകാധിപത്യ നിലപാട് അത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് BJPയുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരു ജനത ഒരു സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു പാർട്ടി, ഒരു രാജ്യം ഒരു നേതാവ്, ഈ നിലക്കെല്ലാമുള്ള കാര്യങ്ങളിലേക്കാണല്ലോ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച കൺസെപ്റ്റ് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പേര് സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ചർച്ച ഈ അടുത്ത കാലത്താണല്ലോ നടന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനക്കും കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യ രാജ്യം തുടർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ വിഷയത്തിൽ നമുക്കിത് കാണാം. വടക്കിഴക്ക് സ്റ്റേറ്റുകളോട് നിലപാട് നമുക്ക് ആ വിഷയം കാണാം. ആസൂത്രണ വ്യവസ്ഥയോട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമുക്ക് കാര്യം കാണാം. പഞ്ചവത്സര പദ്ധതി വേണ്ടെന്ന് വെച്ച വിഷയത്തിൽ നമുക്ക് ആ കാര്യം കാണാൻ വേണ്ടി കഴിയും. വിഭവ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത നിലപാട് വ്യത്യാസത്തിൽ നമുക്ക് ആ കാര്യം കാണാം. ഇങ്ങനെ ഇന്ത്യ ഇക്കാലം അത്രയും തുടർന്നു പോകുന്ന അടിസ്ഥാന രാഷ്ട്രീയ ഘടന, അതിൻ്റെ മൂല്യങ്ങൾ, പാർലമെൻ്ററി ജനാധിപത്യം, ഫെഡറലിസം, ദേശീയ ഐക്യം, മതനിരപേക്ഷത, ഇതിനെയെല്ലാം തകർക്കാൻ ആവശ്യമായ നിലക്കുള്ള നീക്കമാണ് ഈ പിന്നിട്ട് പോയിട്ടുള്ള 10 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റും BJPയും കൈകാര്യം ചെയ്യുന്നത്. അവർ ആ നിലക്ക് കൈകാര്യം ചെയ്യുന്ന നിലപാടിലെ അവസാനത്തെ ഇനമാണ് ഈ ഒരു കേൾക്കാൻ നല്ല കാര്യം. നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം പോലെ കേൾക്കാൻ നല്ല മുദ്രാവാക്യമാണ്. 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല മുദ്രാവാക്യമാണ്. പക്ഷേ രാജ്യത്തിലെ വൈവിധ്യത്തെ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ ഒരു ബഹുദേശീയ രാഷ്ട്രമാണ്, അതവർ അംഗീകരിക്കുന്നില്ല. നാനാ ജാതികളുടെ രാഷ്ട്രമാണ്, അംഗീകരിക്കുന്നില്ല. നാനാ മതങ്ങളുടെ രാഷ്ട്രമാണ്, അംഗീകരിക്കുന്നില്ല. നാനാ സംസ്കാരമുള്ള രാഷ്ട്രമാണ്, അംഗീകരിക്കുന്നില്ല. നാനാ സംസ്ഥാന രാഷ്ട്രീയമുള്ള രാജ്യമാണ്, അതും അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇന്ത്യ രാജ്യത്തെ നേരത്തെ ഇപ്പോൾ RSSനെ സംബന്ധിച്ച് അവരുടെ നിലപാട് നിങ്ങൾക്ക് പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയും. അഖണ്ഡ ഭാരതമെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സങ്കല്പമല്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ ബർമ്മയും ശ്രീലങ്കയും എല്ലാം ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അഖണ്ഡ ഭാരതമാവട്ടെ ഒരു മതക്കാരൻ്റെതാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഈ നിലക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഒരു കാരണവശാലും കാണാത്തൊരു സമീപനം അതാണ് അവർ സ്വീകരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 1999 ലോ കമ്മീഷനും 2015 പാർലമെന്ററി കമ്മിറ്റി 29 റിപ്പോർട്ടൊക്കെ തന്നെ ഇതിന് സാധ്യത പരിശോധിക്കണം എന്ന കാര്യം പറഞ്ഞിട്ട് നിഷേധിക്കുന്നില്ല. നിതി ആയോഗ് പ്രധാനമന്ത്രി ചെയർമാനായ ഒന്നാണ്. അത് ഈ പറയുന്നതിന് കൂടുതൽ കൂട്ടണ്ട. BJPയുടെ ഒരു അപ്പൻഡേജ് മാത്രമാണ് ഈ പറയുന്ന നിതി ആയോഗ്. അല്ലാതെ അതൊരു വലിയ BJP വിരുദ്ധമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. ശ്രീ എം പ്രകാശിനെതിരെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കുതിരക്കച്ചവടം നടത്തുകയും ഇടയ്ക്ക് സർക്കാരിനെ വീഴ്ത്തി ഇവർ അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സമീപനം പലയിടത്തും കണ്ടല്ലോ. അത് നടക്കില്ല, അത് നടത്തില്ല. ഈ ഒരു തീരുമാനം കൊണ്ടുവരുന്നത് കൊണ്ട് അങ്ങനെ കൂടി ഇല്ലേ? ആ വിഷയത്തിന് ഏറ്റവും വ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച പാർട്ടിയാണ് CPIM. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ജനങ്ങൾക്ക് അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ അധികാരം വേണം. അതിന് പറ്റാവുന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് നിയമത്തിൽ മാറ്റം വരുത്തണം. 2, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആകത്തിന്റെ ചെലവ് ഗവൺമെന്റ് വഹിക്കണം. ഇന്ന് പണച്ചാക്കുകളാണല്ലോ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. വലിയ പണച്ചാക്കുകളല്ലേ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ ദുസ്വാധീനം, അതുപോലെ വൻകിടക്കാരുടെ വലിയ നിലക്കുള്ള ഇടപെടൽ, ഇതെല്ലാം അവസാനിപ്പിക്കാൻ പാകത്തിൽ എന്തെന്തു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലും നിയമത്തിലും മാറ്റം വരുത്തണമെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച പാർട്ടിയാണ് CPIM. ഞങ്ങൾ അക്കാര്യം വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അക്കാര്യം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചർച്ചാ വിഷയമല്ല. തെരഞ്ഞെടുപ്പിലെ പണാധിപത്യം അവസാനിപ്പിക്കുന്ന കാര്യം ചർച്ചാ വിഷയമേ അല്ല. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പിന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കൽ ചർച്ചാ വിഷയമല്ല. അവർക്ക് ഇന്ത്യയെ ഏകതാനമായി കണ്ട് അധികാര കസേര BJPയുടെ RSSന്റെ സംഘപരിവാറിന്റെ കയ്യിൽ ഒതുക്കണം. അതിന് എന്തു ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് മാത്രമാണല്ലോ ആലോചിക്കുന്നത്. ഇവിടെ ഇത്തരം ഒരു മൗലികമായ വിഷയത്തിൽ ഒരു പൊതു കൺസെൻസസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇത് BJPയുടെ അഭ്യന്തര കാര്യമാണോ? ഇവിടെ പിന്നെ രാംനാഥ് കോവിന്ദും അതുപോലെ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിന് മേലെ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്ത് അടുത്ത ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര ലാഘവമുള്ള വിഷയമാണോ ഇത്തരമൊരു വിഷയം? എന്ന് മാത്രം പ്രായോഗികമായിട്ട് എങ്ങനെയാ? ഇവിടെ 18 ഭരണഘടനാ ഭേദഗതികളുമായിട്ട് വേണമെന്നുള്ള കാര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാജ്യസഭയിലോ ലോകസഭയിലോ അതിന് പറ്റാവുന്ന ഭൂരിപക്ഷം ഉണ്ടോ?
ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ അവരുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളടക്കം, JDU മാത്രമാണ് ഇപ്പോൾ അനുകൂലമായി നിന്നിട്ടുള്ളത്. അവരെല്ലാം എതിരഭിപ്രായം പറയാണ്. എന്നിട്ട് പറയുന്നു, രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളോടാകെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 20,000 ആളുകൾ കാണുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണോ? ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ മാറ്റുന്ന തീരുമാനമാണ്. അത്തരമൊരു തീരുമാനത്തിന് രാംനാഥ് കോവിന്ദിന്റെ ഒരു റിപ്പോർട്ടോ അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു അംഗീകാരമോ മാത്രം മതിയാവില്ല. എത്രയോ വർഷക്കാലം നടന്ന വലിയ നിലക്കുള്ള ചർച്ചകളോട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാകെ മാറ്റാനുള്ള തീരുമാനമാണ്. ആ തീരുമാനമാവട്ടെ ഇന്ത്യയെ ഏകാധിപത്യത്തിൽ നയിക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ വൈവിധ്യത്തെ തീരെ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ്. ഒരു കാരണവശാലും BJP ഇത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അത് ഒരു കാരണവശാലും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാവില്ല. കാരണം പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഘാതകരാണ് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റും സംഘപരിവാരും. അവരൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അത് എന്തിനു വേണ്ടി എന്നുള്ളത് പരിശോധിക്കുന്നതിന് ജനാധിപത്യ ശക്തികൾക്ക് നല്ലതുപോലെ സാധിക്കുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂട്ടി. പ്രശാന്ത് പത്മനാഭൻ, ഇതിങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളും നിരവധിയാണല്ലോ. ഭരണഘടന നിയമ ഭേദഗതികൾ വേണം. ഭരണഘടനയിൽ 5 അനുച്ഛേദങ്ങൾ ജനപ്രാതിനിധ്യ നിയമവും ഭേദഗതി ചെയ്യണമെന്നടക്കമുള്ള വിവരങ്ങൾ, 18 ഭേദഗതികൾ വേണ്ടി വരും എന്ന് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഇനി സാധ്യമാണ്, വളരെ പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമാണോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഭൂരിപക്ഷത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എങ്ങനെയായിരിക്കും, ഈ 5 വർഷം പൂർത്തിയാകാത്ത സർക്കാരുകളുടെ ഭാവി, ഇതൊക്കെ തന്നെയും ചോദ്യചിഹ്നങ്ങളല്ലേ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? സമവായത്തിലൂടെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാവരും പറഞ്ഞൊരു ആശങ്ക എനിക്കുമുണ്ട്. അതായത് ഇതൊരു കൂടുതൽ യൂണിറ്ററി നേച്ചറിലോട്ട് പോകുമോ, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രീകൃതമാവുകയും സ്റ്റേറ്റ് ഇലക്ഷൻസ് പല റീജിയണൽ ഇഷ്യൂസ് ആണ്, ഓരോ സ്റ്റേറ്റിലും ഉണ്ടായിരിക്കുന്ന അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കുറയുകയും പാർലമെന്റിലേക്കുള്ള ഇലക്ഷന്റെ കൂട്ടത്തിൽ സ്റ്റേറ്റിൽ കൂടി ഇലക്ഷൻ നടക്കുമ്പോൾ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു കൺസേൺ. രണ്ടാമത്തേത്, നാച്ചുറലായിട്ട് 2 പാർട്ടികൾ കേന്ദ്രത്തില് BJP എതിർക്കുകയും, ഉദാഹരണത്തിന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്, LDF UDF 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷന് മത്സരിക്കുന്നു. അത് 2 കൂടി ഒരുമിച്ച് BJPക്ക് എതിരായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതി വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സ്റ്റേറ്റില് ഉള്ള യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹരിയാനയില് ആം ആദ്മിയും കോൺഗ്രസും വേറെ വേറെയാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു പാർലമെന്റ് ഇലക്ഷനും കൂടെ വരികയാണെങ്കിൽ, ഡൽഹിയിലെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ മുഴുവൻ സീറ്റും BJPക്ക് കിട്ടി. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതൊക്കെ മാറി മറിഞ്ഞിട്ട് കൂടുതലായിട്ട് ഒരു പാർട്ടിയിലേക്ക് അധികാര വികേന്ദ്രീകരണം കൂടുതൽ അധികാരം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമവായത്തിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ 1952 62 ഒക്കെ ചെയ്ത കാര്യം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമവായത്തിലൂടെയാണ് പല സ്റ്റേറ്റ് അസംബ്ലികളെ നേരത്തെ പിരിച്ചുവിടാനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടത്താനും പാർട്ടികളെല്ലാം കൂടെ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് നടത്താം, ഒരു 15 ദിവസം കൊണ്ട് തീർത്തു തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അന്നുണ്ടായിരുന്ന സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കാരണം അന്ന് കൂടുതൽ കോൺഗ്രസ് ആയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ. ഇവിടെ നമ്മൾ നിയമത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഹിസ്റ്റോറിക്കലായിട്ടും ലീഗലായിട്ടും ഒരു ഉത്തരവുണ്ട്. അതിൽ ഡോക്ടർ അംബേദ്കർ 4 ഡിസംബർ 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ പറയുന്നുണ്ട് 2 തരത്തിലുള്ള ഭരണഘടനകളുണ്ട് ലോകത്ത്. ഒന്ന് യൂണിറ്ററിയാണ്. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേന്ദ്രീകൃതമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഒരു സബ്സിഡിയറി പോളിറ്റി ഇല്ല. അതായത് ഉദാഹരണത്തിന് UK. അതേസമയം ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഒരു അതോറിറ്റി ഉണ്ട്, സബ്സിഡറി പോളിറ്റീസ് ഉണ്ട്. അതിന് ഉദാഹരണം അമേരിക്കൻ ഫെഡറലിസം ആണ്. അമേരിക്കയുടെ ഭരണഘടന ഒരു നല്ല ഫെഡറലിസത്തിന് ഉദാഹരണമാണ്. എന്നിട്ട് പറഞ്ഞ അമേരിക്കൻ ഭരണഘടനയുമായിട്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള ഒരു വ്യത്യാസം, അമേരിക്കയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇനി അദ്ദേഹം വീണ്ടും പറയാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബാക്കി ഒരു ഫെഡറേഷനും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം ബാക്കി ഒരു ഫെഡറേഷനും യൂണിറ്ററി നേച്ചറിലേക്ക് മാറാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന ഇൻഹറന്റ്ലി അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. വേണ്ട സന്ദർഭങ്ങളിൽ ഈ ഫെഡറലിസം മാറി ഇന്ത്യൻ ഭരണഘടന ഒരു യൂണിറ്ററി നേച്ചറിലേക്ക് പോകും. അതിന് ഉദാഹരണം പറയുന്നത്
സ്റ്റേറ്റിന്റെ സബ്ജക്റ്റിലെ പാർലമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കപ്പെടണം, കേന്ദ്ര നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്ന് സെൻട്രലിന് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ, ഒരു ഫെഡറൽ ആണെന്ന് തോന്നും, പക്ഷേ പൂർണ്ണമായിട്ട് ഒരു ഫെഡറൽ സിസ്റ്റം അല്ല, ക്വാസി ഫെഡറൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൈമുൾട്ടേനിയസ് എലക്ഷൻ ഇത് ഒരു ഭരണഘടനാ അമെന്റ്മെന്റ്, നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനാ അമെന്റ്മെന്റ് പ്രയാസമുള്ളൊരു കാര്യമാണ്. ആർട്ടിക്കിൾ 3 രീതിയിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം. ഒന്ന്, ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഒരു സ്റ്റേറ്റിന്റെ ടെറിട്ടറി കുറയ്ക്കുകയോ അതിൽ നിന്ന് മാറ്റി കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ആകെയുള്ള ഒരു റിക്വയർമെന്റ് സ്റ്റേറ്റിന്റെ അടുത്തുനിന്ന് ഒരു അഭിപ്രായം ചോദിക്കണം മുൻകൂറായിട്ട്. പക്ഷെ അത് സ്റ്റേറ്റ് ഒപ്പോസ് ചെയ്താലും ഇല്ലെങ്കിലും പാർലമെന്റ് ഒരു നിയമം മുഖാന്തരം മാറ്റാം. സ്റ്റേറ്റിന്റെ ടെറിട്ടറികളും അതിന്റെ നോമൻക്ലേച്ചറും ഒക്കെ മാറ്റാനുള്ളതുണ്ട് ആർട്ടിക്കിൾ 3. പിന്നെ ആർട്ടിക്കിൾ 368 പറയുന്നത് 2 രീതിയിൽ ഭരണഘടനാ അമെന്റ്മെന്റ്, എല്ലാ ഭരണഘടനാ അമെന്റ്മെന്റും കേവല ഭൂരിപക്ഷം വേണം. അതായത് 50% കൂടുതൽ ആളുകൾ, ടോട്ടൽ നമ്പർ ഓഫ് MPസിന്റെ ഓരോ സഭയിലും 50% കൂടുതൽ വേണം. പിന്നെ അന്ന് അവിടെ പ്രസന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ആളുകൾ വോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സഭയിൽ ഇത് പാസ്സാകത്തുള്ളൂ. 2 സഭയിൽ ഇതുപോലെ പാസ്സായാലേ ഒരു സാധാരണ ഭരണഘടനാ അമെന്റ്മെന്റ് നടക്കൂ. ഇത് ഒരു സാധാരണ ഭരണഘടനാ അമെന്റ്മെന്റ് വഴി ആർട്ടിക്കിൾ 82A എന്നൊരു പുതിയ ആർട്ടിക്കിൾ എഴുതി ചേർക്കാമെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. അതിന് സ്റ്റേറ്റുകളുടെ അനുവാദം വേണ്ട. കാരണം അത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ തീരുമാനിക്കുന്നത് പാർലമെന്ററി നിയമം മുഖാന്തരമാണ്. അതുകൊണ്ട് അത് സ്റ്റേറ്റിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമല്ല. അതിന് ഇതുപോലെ 368 ഒരു ഭരണഘടനാ അമെന്റ്മെന്റ് മതി. അതേസമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആർട്ടിക്കിൾ 239 മുതൽ 42 വരെയുള്ള കാര്യങ്ങളും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതില് 50% കൂടുതൽ സ്റ്റേറ്റിന്റെ കൂടി ഒരു കൺകറൻസ് അല്ല, അവിടെ നിന്നുള്ള ഒരു കേവലമായിട്ടുള്ള മജോറിറ്റിയിൽ ആ അസംബ്ലികൾ കൂടി ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഭരണഘടനാ അമെന്റ്മെന്റ് പ്രാവർത്തിയാകത്തുള്ളൂ. അത് 2ാം ഘട്ടത്തിൽ നടപ്പാക്കണമെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നിയമവശം ഇരിക്കുമ്പോൾ ഈ കടമ്പകളൊക്കെ കടന്ന് ഈ ഭരണഘടനാ അമെന്റ്മെന്റ് പാസ്സാക്കുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അവിടെ 2 സഖ്യകക്ഷികൾ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ന്യൂസ് കണ്ടത്. പിന്തുണ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും സപ്പോർട്ട് ചെയ്തു എന്നാണ് ഞാൻ ന്യൂസ് കണ്ടത്. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒക്കെ പാർട്ടികൾ, മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയാത്ത പാർട്ടികളിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതെ, ഏതെങ്കിലും പാർട്ടികളുടെ ഒറ്റയ്ക്ക് ഏതായാലും പറ്റില്ല. അപ്പം കേവല ഭൂരിപക്ഷവും 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അത്രയും ഭൂരിപക്ഷത്തില് പാസ്സാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് നടപ്പാകും. കാരണം നമ്മൾ ഇനി അഭിമുഖീകരിക്കേണ്ടത്, കാരണം ഇവര് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. കാശ്മീരിന്റെ പ്രത്യേകാവകാശം എടുത്തു കളഞ്ഞു, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം, ക്രിമിനൽ നിയമങ്ങളെല്ലാം മാറ്റി. അപ്പൊ നമ്മള് ഒരുപാട് ആളുകൾ ജനങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര വില കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു അതിനകത്ത് പാർലമെന്റിൽ എത്ര ഡിസ്കഷൻ നടക്കും, കൺസ്ട്രക്റ്റീവായിട്ട് ഓപ്പോസിഷനുമായിട്ട് ഒരു ചർച്ച നടക്കുമോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇത് അയക്കുമോ? ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ആദ്യത്തെ ഒരു റീഡിംഗ് ഉണ്ട്, പിന്നെ സെക്കൻഡ് റീഡിംഗ് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് വായിക്കണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കേണ്ട സന്ദർഭങ്ങളിൽ അയക്കണം, ഒരു വലിയ ഗഹനമായിട്ടുള്ള പഠനം നടത്തണം, അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഭരണഘടന സാധുതയുള്ളതായിരിക്കും. അത്ര എളുപ്പമല്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നുണ്ട്, അവർക്ക് അതിലെ കൃത്യമായ വിശദീകരണമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നന്നായി ഭരിക്കാൻ വേണ്ടി, ചെലവ് ചുരുക്കാൻ വേണ്ടി ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അത് 2014 മുതൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 100 ദിവസം എത്തുന്ന സമയത്ത് ഒന്നുകൂടി അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു. ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ അതിൽ ഒരുമിച്ചുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇത് പാസ്സാക്കാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കാണുന്നു? പ്രതിപക്ഷം ഒന്നടങ്കം എതിർക്കുകയാണ്. നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ അടക്കം ചൂണ്ടിക്കാണിച്ച പോലെ നിയമ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ അതത്ര എളുപ്പമാണോ? കാരണം ഇപ്പോൾ മോദി സർക്കാർ, മൂന്നാമത് മോദി സർക്കാർ എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞുകൂടല്ലോ, മൂന്നാമത് NDA സർക്കാരാണല്ലോ. ഉന്നത തസ്തികകളിലെ ലാറ്ററൽ എൻട്രി നിയമന നീക്കത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വഖഫ് ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. അല്ല, കാശ്മീരിൻ്റെ കാര്യത്തിൽ
അനുച്ഛേദം 370 എന്ന പ്രതിസന്ധി മറികടന്നതുപോലെ അനായാസം മറികടക്കാവുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമല്ല ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അതിൻ്റെ കാരണം അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ്. വിശാലമായ ഒരു NDA പിന്തുണയാണ് സർക്കാരിൻ്റെ ഒരു അടിസ്ഥാന ആധാരമായി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് എപ്രകാരം ഇത്ര വിശദമായ വിപുലമായ നിയമ ഭേദഗതികൾ, അത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ഇങ്ങനെ നടത്തിയെടുക്കും എന്ന ചോദ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് കാണുമ്പോൾ അവരെന്താണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നടപ്പാക്കിയെടുത്തിട്ടുണ്ട്. അത് തെറ്റായ വഴിക്കാകാം, ശരിയായ വഴിക്കാകാം. തെറ്റും ശരിയും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വിഷയത്തിലുള്ള പ്രായോഗികമായ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അവയ്ക്കെല്ലാം പരിഹാരം കണ്ടു എന്ന് വന്നേക്കാം. പക്ഷെ അതിൽ കൂടുതലായി എന്നെ അലട്ടുന്ന പ്രശ്നം ഈ വിഷയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും എല്ലാം ഏകകാലത്ത് നടത്തുന്ന ഒറ്റ തിരഞ്ഞെടുപ്പ്, അതാണ് ഒരു തിരഞ്ഞെടുപ്പോട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യത്ത്, അത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കും? ആ ചോദ്യങ്ങൾ, അവിടെ പ്രസക്തമായ ചോദ്യങ്ങൾ എല്ലാവരും ഉയർത്തുന്നുണ്ട്. ഈ ആശയത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ: ഫെഡറലിസം, ഡെമോക്രസി. ഫെഡറലിസം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യമാണ്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻ മാതൃകയിലുള്ള ഫെഡറലിസമാണ്. നമ്മളിതെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ഭരണഘടന ഫാബ്രിക് ആണ് മെനഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ബാലൻസ് തകർത്തുകൊണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുത് തന്നെയാണ്. നമ്മൾ 1952 മടങ്ങുകയാണ്. ബാക്ക് ടു സ്ക്വയർ വൺ എന്നൊക്കെ പറയില്ലേ. 52 ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും എല്ലാം ഒരേ സമയത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത്, ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? 1957 വരെ പോലും ആ അവസ്ഥ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. കേരളത്തിൽ, അന്ന് കേരളമില്ല, തിരുക്കൊച്ചി, 1954 2 വർഷം കഴിഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോന് രാജിവെക്കേണ്ടി വന്നു. പിന്നെ ദീർഘകാലത്തേക്ക് ഗവർണർ ഭരണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 1967 ശേഷമൊക്കെയാണല്ലോ ഇങ്ങനെ കേന്ദ്രം ഒരു പാർട്ടി ഭരിക്കുന്നു, സംസ്ഥാനങ്ങൾ വേറൊരു പാർട്ടി, പല സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് പണച്ചെലവിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അതിലെ അനാശാസ്യത ചൂണ്ടിക്കാണിക്കുന്നത് അത് അങ്ങേയറ്റം അപകടകരമാണ്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ പണച്ചെലവ് നോക്കിക്കൊണ്ടല്ല. അത് മൗലികമായി അടിസ്ഥാനപരമായി ആ ചെലവുകൾ നമ്മൾ വഹിച്ചേ മതിയാവും. വേണമെങ്കിൽ എപ്രകാരം കുറയ്ക്കാൻ കഴിയും എന്നാലോചിക്കാം. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ആഡംബരപൂർവമായ മഹോത്സവം തന്നെയാണ്. അതിൻ്റെ ആ ആഡംബര സ്വഭാവം അതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെ ഇല്ലാതാക്കുമ്പോൾ അത് ഒരു ശുഷ്കിച്ച ഒരു ഗാത്രമായി മാറും. അങ്ങനെയല്ല നമ്മൾ ജനാധിപത്യത്തെ പുഷ്കലമാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം അനായാസം ഈ ഗവൺമെൻറ് നീക്കം ചെയ്യും എന്ന് വകവെച്ച് കൊടുത്താൽ തന്നെ അതിനുശേഷവും അവർക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഇത് അടുത്ത 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് ഈ സംവിധാനമാകെ തകരുന്ന, അവതാളത്തിലാകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഫെഡറലിസം ഇത് രണ്ടും നേരിടുന്ന വലിയ വെല്ലുവിളിയായി ഇത് മാറാൻ പോകുന്നത്. ശരി, അനിൽ ബോസ്, ഇപ്പോൾ ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തന്നെ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അവിശ്വാസം വരികയാണ്, ഒരു സർക്കാർ ഇടയ്ക്ക് വീഴുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താം. പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പ് നടത്തി വരുന്ന സർക്കാരിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പിന്നെ നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും. അത് ചിലപ്പോൾ 1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം. അതാണ് അതിൻ്റെ ഒരു കാര്യമായി പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന, കേരളത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം എന്നുള്ളത് 2026 അധികാരത്തിൽ വരികയാണ് എങ്കിൽ, ക്ഷമിക്കണം, അടുത്ത 2029 നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന സർക്കാരിന് എന്നുള്ളത് 3 വർഷം കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്.
അതാണോ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നിൽക്കുന്നത്? കേരളത്തിന്റെ ആംഗിളിൽ മാത്രമല്ലല്ലോ ഈ വിഷയത്തെ നോക്കി കാണുന്നത്. ഇപ്പൊ ഇതിന്റെ സാമ്പത്തിക ചെലവിനെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താ? 4500 കോടി രൂപ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ പണം മതിയെന്ന്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് പറയുന്നത് എന്താ? 10,000 കോടിയിലധികം ഇലക്ഷന് വേണ്ടി അഡീഷണൽ ആയി വേണ്ടി വരുമെന്നാണ്. ഈ വിഷയത്തിൽ നീതി ആയോഗിന്റെ നിലപാടെന്താ? നമ്മളിത് കാണണ്ടേ? നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടും നീതി ആയോഗിന്റെ നിലപാടും അതുപോലെ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റും ഒരേ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. 2017 നീതി ആയോഗ് നടപ്പിലാക്കുക എന്ന് പറയുന്ന അത്ര അല്ല, തെരഞ്ഞെടുപ്പ് ആകാമെന്ന് പറഞ്ഞതിൽ രണ്ടഭിപ്രായമില്ലല്ലോ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ പല പാർട്ടികളും യോജിച്ചും വിയോജിച്ചും അഭിപ്രായം പറയുമ്പോൾ അനുകൂലിക്കുന്നവർ അനുകൂലിക്കട്ടെ, അതിനകത്തൊന്നും നമ്മളാരും തർക്കിക്കുന്നില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സമാഹരണം, അതായത് സാമ്പത്തികമായി ഒരു തെരഞ്ഞെടുപ്പാക്കിയാൽ വലിയ ലാഭമുണ്ടാകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. കാരണം 4500 കോടിയുടെ അഡീഷണൽ ചെലവേ വരുള്ളെന്നാണ് പറഞ്ഞത്. ആ ചെലവിൽ പോലും നീതി ആയോഗിന്റെ നിലപാട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നിലപാട് വ്യത്യസ്തമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് അവർ പറയുന്നത് 10,000 കോടിയിലധികം വേണ്ടിവരും എന്നാണ് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് ചെലവ് ലാഭിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു വ്യാഖ്യാനം ഇതിന് യോജിക്കുന്നതല്ല. മാത്രമല്ല, ഇത് അത്രയും പ്രായോഗികമല്ല. ഇതിന്റെ പിന്നിൽ ഒളിച്ചു കടത്താൻ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യമാണ്, ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 1ന്റെ വയലേഷനാണ്. അത് യൂണിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ പ്രിവിലേജുകളെ ഇല്ലാതാക്കുന്ന, ഓരോ സ്റ്റേറ്റിനുമുള്ള സ്വയംഭരണാവകാശത്തെ ഇല്ലാതാക്കുന്ന നടപടിയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സ്മൃതി അത് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോൾ രാംനാഥ് കോവിന്ദിന്റെ റിപ്പോർട്ട് വെച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയാൽ പോലും ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുക? തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. 6 മാസം കാലാവധി തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്ന സംസ്ഥാനങ്ങളോ 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാത്രമേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നാണ് ഈ റിപ്പോർട്ട് തന്നെ പ്രതിപാദിക്കുന്നത്. അപ്പോഴും പല സംസ്ഥാനങ്ങളും പുറത്താണ്, പല സംസ്ഥാനങ്ങളും പുറത്തു നിൽക്കും. അപ്പോഴെങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രായോഗികമാണ്, ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 18 ഭേദഗതികൾ. ആ ഭേദഗതികൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൽ അടക്കം മാറ്റം വരുത്തേണ്ട നടപടിക്രമങ്ങൾ അത് ഏകപക്ഷീയമായി ഇവർക്ക് മാറ്റാൻ കഴിയുമോ? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇവർക്ക് ഏകപക്ഷീയമായി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിൽ പാസാക്കിയെടുത്ത, ഏകപക്ഷീയമായി ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് പാസാക്കിയെടുത്ത തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നടപ്പിലാക്കിയെങ്കിൽ എന്തുകൊണ്ട് വനിതാ റിസർവേഷൻ ബില്ല് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല? പാസാക്കിയെന്നുള്ളത് ശരി, എന്ന് ഇംപ്ലിമെന്റ് ചെയ്യും ഇവർക്ക് പറയാൻ കഴിയുമോ? അപ്പൊ ഇവർ നടപ്പിലാക്കുക എന്നുള്ളതല്ല ഇവരുടെ അജണ്ട. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിഷയം ഉയർത്തിക്കൊണ്ടുവരിക, മറ്റ് ജനകീയ പ്രശ്നങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങൾ, വിഘടനവാദ പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രശ്നങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ അത് മൂടിവെക്കണമെങ്കിൽ മറ്റൊരു ഇരയിട്ട് കൊടുക്കണം. അതിന്റെ ഒരു ഇര മാത്രമാണിത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഒരു സെക്കൻഡ് ഇന്ത്യയിലെ സ്മൃതിക്കോ എനിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഭൂമി വാങ്ങിക്കാൻ കഴിയുമോ? നിങ്ങൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ അവിടെ നിൽക്കട്ടെ, 1 സെന്റ് ഭൂമി ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പോയി നമുക്ക് മേടിക്കാൻ കഴിയുമോ? കേരളത്തിൽ മേടിക്കാം, തമിഴ്നാട്ടിൽ മേടിക്കാം, കർണാടകയിൽ മേടിക്കാം. നിങ്ങൾക്ക് പോയി ഹിമാചലിൽ മേടിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പോയി മേഘാലയയിൽ മേടിക്കാൻ കഴിയുമോ? നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും പോകുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നമുക്ക് ഏകപക്ഷീയമായി യാത്ര ചെയ്യാൻ കഴിയുമോ? ട്രെയിൻ കയറി ചെന്നിറങ്ങാൻ കഴിയുമോ? പ്ലെയിൻ കയറി ചെന്നിറങ്ങാൻ കഴിയുമോ? ഇവരെന്തിനെ കുറിച്ചാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത്? ഈ ഒരു രാജ്യത്തിനകത്ത് തന്നെ യാത്ര ചെയ്യുന്നതിന് വ്യത്യസ്തമായ നിബന്ധനകളുള്ള നാടാണ് ഇന്ത്യ. വ്യത്യസ്തമായ ശൈലിയുള്ള സമീപനങ്ങളുള്ള നാടാണ് ഇന്ത്യ. 22 വൈവിധ്യ ഭാഷകളുണ്ട്, ഔദ്യോഗിക ഭാഷകൾ. ശരി, ഷാജി രാഘവൻ മറുപടി ശരി, നമുക്ക് ചുരുക്കി പറഞ്ഞു പോകാം. ഷാജി രാഘവൻ മറുപടി നൽകാം. ആദ്യം തന്നെ അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, രാജ്യസഭയിലും ലോക്സഭയിലും അവിടെ പാസ്സാവുക അത്ര എളുപ്പമല്ല എന്ന കാര്യത്തിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. മറുപടി. സ്മൃതി, നമ്മുടെ ഈ ചർച്ചയില് പാനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലെ രംഗത്തെ പുതിയ പരിഷ്കാരം ഇത് നടപ്പിലാക്കുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇവിടെ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ട്,
ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഇതിനു മുമ്പ് തന്നെ 2014 തൊട്ട് തന്നെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അത് 370-ാം വകുപ്പ് ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ എടുത്തു കളയുന്ന കാര്യത്തിലായാലും മുത്തലാഖ് പല കാര്യങ്ങളിലും ഞങ്ങളിത് നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ നടപ്പിലാക്കി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പൊ അതിന്റെ സാങ്കേതികത്വം വിടുന്നേ, അത് ഈ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ട്, അത് നടപ്പിലാക്കും. പ്രശ്നം അതല്ലല്ലോ. ഇത് ഈ രാജ്യത്ത് വേണമോ വേണ്ടോ എന്നുള്ളതല്ലേ, ഇത് ഈ രാജ്യത്തിന് ഗുണപരമാകുമോ അല്ലയോ എന്നുള്ളതല്ലേ ചർച്ച ചെയ്യേണ്ടത്. സത്യത്തിൽ അതിലേക്ക് ചർച്ച വന്നിട്ടില്ല. അതിന്റെ കാരണം ഉള്ളുകൊണ്ട് ഇവർക്കാർക്കും ഇതിനെ എതിർക്കാൻ സാധിക്കില്ല. പ്രകാശ് മാഷ് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു ഡിഫറൻറ്റ് ഓഫ് ഒപ്പീനിയൻ ഒരർത്ഥത്തിലെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോൾ സാർ അതിന്റെ ഒരു പരിസരത്തൂടെ പോയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ വളരെ പരിതപത്രരായ ഇക്കാര്യത്തിൽ പറയാൻ പറ്റുന്നവരാണ്. പക്ഷെ അദ്ദേഹം പോലും അതിന്റെ പരിസരത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പ്രകാശ് മാഷ് പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന്റെ വൈവിധ്യത്തെ ബാധിക്കുന്നു. ഈ കേരളത്തിലും ഡൽഹിയിലും പഞ്ചാബിലും തമിഴ്നാട്ടിലും ആസാമിലും നാഗാലാൻഡിലും ഒക്കെ ഒരേ സമയത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞ് 100 ദിവസത്തിനുള്ളിൽ ഈ മുഴുവൻ രാജ്യത്തെയും ത്രിതല പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ എവിടെ ബാധിക്കും? തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരിക്കും? അതാത് പ്രദേശങ്ങളിലെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ആ ഘട്ടത്തിൽ ഇല്ല. ദേശീയ വിഷയത്തിലായിരിക്കും ഊന്നൽ. നമ്മൾ എന്തിനാ നമ്മൾ ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഈ രാജ്യത്തെ ജനങ്ങളെയാണോ? കേരളം തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കുന്നേ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം CPM-ന് കൊടുത്തിട്ട് 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ഭൂരിപക്ഷം കൊടുത്തിട്ട് ജനങ്ങളില്ലേ കേരളത്തിലുള്ളത്? അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിലും നമ്മുടെ പുഷ്കരകാലത്തെ പറ്റി സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞു. സാറേ, അതിന് ഒരു കോട്ടവും ഈ രാജ്യത്ത് സംഭവിക്കില്ല. നമ്മൾ രാജ്യത്തെ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവർക്ക് നല്ല ബോധ്യമുണ്ട് ആർക്ക് എവിടെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ ശ്രീ ഷാജി രാഘവൻ. ജനങ്ങൾക്കെല്ലാം ദേശീയ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റുള്ളത്? എന്താ? ഏത് വിഷയമാണ് തമസ്കരിക്കപ്പെടുന്നത്? ഒരു വിഷയം മെറിറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ചർച്ചയിലേക്കല്ലല്ലോ പോകുന്നത്. നിങ്ങളത് ശീതകാല സമ്മേളനത്തിൽ ബിൽ പാസ്സാക്കാനല്ലേ പോകുന്നത്. ചർച്ചയ്ക്ക് വെക്കുകയല്ലോ, പൊതു ചർച്ചയ്ക്ക് വെക്കുകയല്ലോ. അല്ല, പാർലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നടപടിയിലേക്ക് കടന്നിട്ട് പിന്നെ എന്ത് ചർച്ച? അല്ല, പാർലമെന്റിലല്ലേ ഇത് വെക്കുന്നത്, പാർലമെന്റിലല്ലേ ചർച്ച നടക്കാൻ പോണത്. അപ്പോൾ ലോക്സഭയിൽ 362 പേരുടെ പിന്തുണയും രാജ്യസഭയിൽ 167 പേരുടെ പിന്തുണയും ഇതിൽ ഉറപ്പിക്കാമോ ശ്രീ ഷാജി രാഘവൻ? അല്ലല്ല, അത് അങ്ങനെ തെറ്റിദ്ധരി. ഞാൻ നേരത്തെ എന്റെ തുടക്കത്തിൽ പറഞ്ഞ സ്മൃതി ഒന്നുകിൽ ഓർക്കാഞ്ഞിട്ടാണ്, അല്ലെ മനഃപൂർവ്വം മറന്നതാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഏതാണ്ട് 47 പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനത് ഇനി ആവർത്തിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ ചർച്ചയ്ക്ക് ഒരു വർഷക്കാലം നീണ്ടുവരുന്ന ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ റിപ്പോർട്ട് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? പാർലമെന്റിലാണ്. ഈ പാർലമെന്റിലല്ല ഇത് എവിടെയാ വെക്കേണ്ടത്? പാർലമെന്റിലല്ല ഇത് പുറത്തെവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടാൻ പാടുണ്ടോ? പാർലമെന്റിലല്ല ഇത് ചർച്ച ചെയ്യേണ്ടത്. പാർലമെന്റ് ചർച്ച ചെയ്ത് പാർലമെന്റിൽ വോട്ടിട്ട് ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ധാർമ്മികമായിട്ടുള്ള ബാധ്യത. ആ ബാധ്യത നിറവേറ്റാൻ കെൽപ്പുള്ള ഭരണമാണ് ഇന്ന് രാജ്യത്ത് നടപ്പിലുള്ളത്. അവർ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നതിന് പകരം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് രാംനാഥ് കോവിന്ദ് ആരായിരുന്നു? മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടാകാം. പക്ഷേ ആത്യന്തികമായി എന്താണോ BJPക്ക് ആവശ്യം, BJP സർക്കാരിന് ആവശ്യം, അത് റിപ്പോർട്ടായി നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. അത് അദ്ദേഹം ചെയ്യുന്നു. അല്ല സ്മൃതി, എന്നെ സ്മൃതി വിളിച്ചിട്ടൊരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറയാം. ഈ രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതി അത്ര മോശം പദവിയാ? അദ്ദേഹത്തെ പോലെ ഒരാളല്ലേ ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്? അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത് ആർക്കാ? ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിക്കാ, പ്രധാനമന്ത്രിക്കല്ല. രാഷ്ട്രപതിക്കാണ് അദ്ദേഹം റിപ്പോർട്ട് പ്ലേസ് ചെയ്തത്, റിപ്പോർട്ട് കൊടുത്തത്. അതിനപ്പുറത്ത് ആരെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, കോൺഗ്രസിന്റെ അന്നത്തെ ഒരു കാലത്തെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഇതിലെ മെമ്പറല്ലേ, ഗുലാം നബി ആസാദ്. നിലവിലുള്ള ഗവൺമെന്റിന്റെ ആൾക്കാരുണ്ട്. 2022 ഒറ്റ തെരഞ്ഞെടുപ്പിൽ 6 സെറ്റ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, വിദഗ്ധർ, അക്കാഡമിഷ്യൻസ് ഇവരുടെയൊക്കെ അഭിപ്രായം തേടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അതിന്മേൽ എന്തായി തീരുമാനമെന്ന് അറിഞ്ഞിട്ടില്ല. അതിനുശേഷമാണല്ലോ നിങ്ങൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയിലേക്ക് പോയത്. അപ്പോൾ ഈ റിപ്പോർട്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ അതെവിടെ? വെളിച്ചം കണ്ടില്ലല്ലോ.
അല്ല, അതുകൊണ്ടാണല്ലോ കുറച്ചും കൂടെ വിശാലമായ ഒരു കമ്മീഷൻ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. ഈ രാജ്യത്തെ തന്നെ പ്രഥമ പദവിയിലിരുന്ന ഒരാൾ നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി, പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി, നിയമവിദഗ്ധരുടെ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി. ഈ കമ്മിറ്റി ഉണ്ടാക്കുന്ന റിപ്പോർട്ട് അവർ ഏകപക്ഷീയമായി ഉണ്ടാക്കിയതല്ലല്ലോ. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവിടെ അൻബോസ് പറഞ്ഞൊരു കാര്യം എനിക്ക് നമ്മുടെ മലയാള പത്രങ്ങളിൽ പോലും, ഈ രാജ്യത്തെ എല്ലാ ഭാഷകളിലുമുള്ള പ്രാദേശിക പത്രങ്ങളിൽ പോലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മുഴുവൻ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. അതിന്റെ റെസ്പോൺസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 400,000 ആൾക്കാർ, ഇപ്പൊ ഞാനോ അനിൽ ബോസോ അല്ലെങ്കിൽ മറ്റൊരാളോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതിന് അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ശരി, ശ്രീ എം പ്രകാശൻ, ഇതാണ് പൊതുജനങ്ങളിൽ നിന്ന് വരെ അഭിപ്രായം തേടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ പൊതുജനാഭിപ്രായം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന രൂപത്തിലാണ് BJP വിലയിരുത്തുന്നത്, കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഇത് നടപ്പാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ CPM എടുക്കുന്ന നിലപാട് എതിർക്കുക തന്നെയാണ്. പക്ഷേ എതിർപ്പ് എത്രത്തോളം ശക്തമാക്കാൻ പറ്റും? ഇതിൽ ഇന്ത്യ മുന്നണി എന്നൊരു ഐക്യം ഈ കാര്യത്തിൽ എത്രത്തോളം ശക്തമാണ്? കാരണം ചില രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് അറിയിച്ചിട്ടില്ല. ലീഗിന്റെ നിശബ്ദത എന്താണെന്ന് അറിയില്ല, ഒരുപക്ഷെ നാളെ പറയുമായിരിക്കും. ലീഗ് അഭിപ്രായം എടുത്തിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാനാകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പാർലമെന്ററി സിസ്റ്റത്തിന് പകരം പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വേണമെന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് BJP. RSSന്റെ നിലപാടാണ്. RSSകാർ BJPക്കാരുമായിട്ടുള്ള ആളുകൾ ചേർന്നൊരു കമ്മിറ്റി. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി തന്നെ, ബഹുമാനത്തിനൊന്നും കുറവില്ല. പക്ഷെ അദ്ദേഹം തികഞ്ഞ BJPക്കാരനാണെന്നുള്ള ആർക്കറിയാതിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിനകത്ത് പ്രസിഡൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരുന്നതിനുള്ള ആദ്യ പടിയാണ് ഈ നടക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫെഡറൽ വ്യവസ്ഥയോട് BJPക്ക് യോജിപ്പില്ല. എത്രമാത്രം കടുത്ത ആക്രമണങ്ങളാണ് അതിനോട് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫെഡറൽ വ്യവസ്ഥ തകർത്ത് കേന്ദ്രത്തിൻ്റെ കൈകളിൽ അധികാരമായി കേന്ദ്രീകരിക്കുക എന്ന RSS BJP നിലപാട് അത് രാംനാഥ് കോവിന്ദിലൂടെ പുറത്തു വരുന്നു എന്നല്ലാതെ വേറെ എന്താ ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക? പിന്നെ ഇത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലോ. 2023 സെപ്റ്റംബർ 2 ഈ കമ്മിറ്റി വരുന്നത്. നമ്മൾ 24 മാർച്ച് മാസത്തിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 5 മാസക്കാലമാകുന്നു. നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്ത് ചെയ്യാനാ ഈ അഭിപ്രായം? ആരോട് ചോദിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്? നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് കുറെ ആളുകളോട് ഇന്ത്യ കോടിക്കണക്കിന് ആളുകളുടെ രാജ്യമല്ലേ, ആയിരക്കണക്കിന് സംഘടനകളുണ്ട്, ആരോടെങ്കിലും ചോദിക്കാം. പക്ഷെ ഇന്ത്യ 76 കൊല്ലക്കാലമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തെ തകർക്കാൻ ഈ കേവലം ഒരു കൊല്ലക്കാലം കൊണ്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കാൻ BJPക്ക് എങ്ങനെ സാധിക്കുക? പിന്നെ ഇപ്പോഴവർക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. സ്വന്തമായിട്ട് ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു പാർട്ടി ഇവിടെ സ്പെഷ്യൽ ഭൂരിപക്ഷം വേണം. ഈ ഭരണഘടനാ ഭേദഗതിക്ക് സ്പെഷ്യലായിട്ടുള്ള ഭൂരിപക്ഷം വേണം. ആ സ്പെഷ്യൽ ഭൂരിപക്ഷം കിട്ടാൻ എന്തെങ്കിലും നിലക്കുള്ള സാധ്യതയുണ്ട് എന്ന് BJPക്കാർക്ക് പറയാൻ വേണ്ടി കഴിയുമോ? 2 പ്രധാന പാർട്ടികളുടെ പിൻബലത്തോളം മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ്. എന്നിട്ട് അമിത്ഷാ പറയാണ് ഈ ഗവൺമെന്റിന്റെ കാലത്തു തന്നെ ഞങ്ങൾ ഇക്കാര്യം നടപ്പിലാക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന് മകുടം ചാർത്താൻ വേണ്ടി പറ്റാവുന്ന നരേന്ദ്രമോദിയുടെ അയൺ വില്ലാണ് ഇതിലൂടെ വരുന്നത് എന്നെല്ലാം പറയുന്നത് അമിത്ഷായാണ്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് പാർലമെന്ററി വ്യവസ്ഥയെ തകർക്കാൻ, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ രാജ്യത്തിലെ ഫെഡറലിസം ഇല്ലാതാക്കാൻ ഇന്ത്യയിലെ ഈ സംഘപരിവാര ശക്തികൾ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം. അതിന് കൃത്യമായ നിലക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരിച്ചടിക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള കരുത്ത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിലെ പ്രതിപക്ഷം നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അനായാസേന അവരുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തുടരാനാവില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയ പരിശോധിക്കുന്ന ആർക്കും തന്നെ നിയമ ഭേദഗതികളുടെ കൂടി ആവശ്യം വേണ്ടി വരുന്ന കാര്യം കൂടിയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ നിയമവിദഗ്ധരുടെ അതോടൊപ്പം മുൻ ജഡ്ജിമാരുടെ ഒക്കെ ചീഫ് ജസ്റ്റിസുമാരുടെ ഒക്കെ മുൻ ചീഫ് ജസ്റ്റിസുമാരുടെ ഒക്കെ പിന്തുണ എത്രത്തോളം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നടക്കം ഷാജി രാഘവൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ വസതിയിലെ പൂജയ്ക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ച സന്ദർഭം കൂടിയാണ്. ഈ ഘട്ടത്തിൽ അതിനെ എങ്ങനെ ചേർത്ത് വായിക്കണം? അതെ, നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും ന്യായാധിപന്മാരോ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചു കൂട്ടി അഭിപ്രായം സമന്വയം ഉണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ ദേശീയമായ അഭിപ്രായ സമന്വയം എന്ന് പറയുന്നത്. നാഷണൽ കൺസെൻസസ് എന്നൊക്കെ പറയുന്നതിന് അതിനേക്കാളൊക്കെ ഉപരിയായ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിലെ മതപൂജ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ വന്ന് ഒരു കാർമ്മികനായി മാറുകയാണ്. മണികിലക്കിക്കൊണ്ടു നിന്ന
പ്രധാനമന്ത്രി നമ്മൾ കാണുകയുണ്ടായി. അവിടെ ആ സുപ്രീം കോടതിയിൽ നിന്ന് സമീപകാലത്ത് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി തന്നെയല്ലേ ഇന്ന് അതിലെ അപാകത ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അനൗചിത്യങ്ങൾ എന്ന് പറയുന്നത് അനായാസം മാപ്പാക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഈ ഭരണഘടനാപരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ഔചിത്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പലതും വളരെ ഡെലിക്കേറ്റായ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിൽ സൂക്ഷ്മത ഉണ്ടാവണം, ജാഗ്രത ഉണ്ടാവണം. നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി പരിപാലിച്ച് വളർത്തി ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന നമ്മുടെ ഈ പാർലമെൻ്ററി ജനാധിപത്യം അത് ഇതേ രൂപത്തിൽ നിലനിർത്തണമോ അതോ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ അത് ദുർബലമാക്കണമോ എന്ന ചിന്ത വരുമ്പോൾ അത് വളരെയേറെ ജാഗ്രതയോടെ അവധാനതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് എനിക്കിവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി, നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. വരും ദിവസങ്ങളിലും ഈ വിഷയം വരുന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാം. വളരെ നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, എം പ്രകാശൻ, ഷാജി രാഘവൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.